നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺവെൻഷണൽ എ സി ട്രാക്ഷൻ ഡ്രൈവ്സ് ആയിരുന്നു. നമുക്കറിയാം മുന്നേ 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കൺവെൻഷണൽ ഡി സി ട്രാക്ഷൻ ഡ്രൈവിനെ പറ്റിയിട്ടായിരുന്നുണ്ട് മുന്നേ ഡിസ്കസ് ചെയ്തത്. ഡി സി ട്രാക്ഷൻ ഡ്രൈവ്സിലെ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡായിരുന്നു എന്തായത് ഡിസ്കസ് ചെയ്തത്. റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് എങ്ങനെ എംപ്ലോയ് ചെയ്യുന്നു, അതായത് കൺട്രോൾ മെത്തേഡ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്തത്, അതിൻ്റെ എന്നിട്ട് സീരീസ് പാരലൽ കണക്ഷൻ, അതേപോലെ പിന്നെ എന്നിട്ട് അതിൻ്റെ ബ്രിഡ്ജ് കണക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പറയുകയാണെങ്കിൽ കൺവെൻഷണൽ എ സി ട്രാക്ഷൻ ഡ്രൈവ് ആയിരുന്നു. ഡി സിക്ക് പറഞ്ഞത് എന്താ എ സി ട്രാക്ഷൻ ഡ്രൈവ്സ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞാൽ 25 kV 50 Hz എ സി ട്രാക്ഷൻ എന്താണ് യൂസിങ് ഓൺ ലോഡ് ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചറാണ്. അതായത് 25 kV 50 Hz എ സിൻ്റെ ട്രാക്ഷൻ എങ്ങനെ ഓൺ ലോഡ് ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചറാണ്. ഈ ഒരു മെത്തേഡാണ് എന്താണ് സ്കീം പറഞ്ഞിരിക്കുകയാണെന്ന് നമ്മൾ ബോത്ത് എന്താണ് മെയിൻ ലൈനും അതേപോലെ സബ് അർബൻ ട്രെയിൻസിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അത് നമ്മൾ 25 kV 50 Hz എ സി ട്രാക്ഷൻ എന്താണ് യൂസ് ചെയ്യുന്നത് ഓൺ ലോഡ് ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചർ എന്നിരിക്കുകയാണ്. ഈ സ്കീം പറഞ്ഞാൽ എന്താണ് യൂസ് ബീൻ ബോത്ത് എന്താണ് മെയിൻ ലൈനും അതേപോലെ സബ് അർബൻ ട്രെയിൻസിലായിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ എന്തുണ്ട് ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിൻ ലൈൻ ട്രാക്ഷൻ നമ്മൾ ഇന്ത്യയിൽ മെയിനായിട്ട് ഈ ഒരു മെത്തേഡ് 25 kV 50 Hz ഈ ഓൺ ലോഡ് ട്രാൻസ്ഫോമർ മെത്തേഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ ട്രാക്ഷനും എക്സെപ്റ്റ് ചെയ്ത് നമ്മളൊരു ബോംബെ പൂനെ റൂട്ടിലും ഒഴികെ ബാക്കി എല്ലാ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ ട്രാക്ഷനും ചെയ്യുന്നത് നമ്മൾ 25 kV 50 Hz ട്രാക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളും അതേപോലെ ഓപ്പറേഷനും ഈ സ്കീമിൻ്റെ എന്താണ് ഈ ബേസിക് പ്രിൻസിപ്പിളും ഓപ്പറേഷൻ ഓഫ് ഈ സ്കീമിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും ഓപ്പറേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഫീച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫോമറും അതിൻ്റെ അൺകൺട്രോൾഡ് റെക്ടിഫയർ കൺട്രോൾ മെത്തേഡ്, അതായത് ട്രാൻസ്ഫോമറും കൂടെ അൺകൺട്രോൾഡ് റെക്ടിഫയർ കൺട്രോളും വെച്ചുള്ളൊരു എന്താണ് നമ്മളിതിൻ്റെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു അതിൻ്റെ ബേസിക്സ് പ്രിൻസിപ്പിളും സ്കീമാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫോമറും അൺകൺട്രോൾഡ് റെക്ടിഫയറിൻ്റെ മെത്തേഡ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്തുണ്ട് ബേസിക്കായിട്ടുള്ള സ്കീമും പ്രിൻസിപ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫിഗറിൽ കാണുന്നത് ഒരു 25 kV 50 Hz എ സി ട്രാക്ഷൻ്റെ എന്താണ് യൂസിങ് ട്രാൻസ്ഫോമർ വിത്ത് ടാപ്പ് ചേഞ്ചറുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചത്. അതിൻ്റെയൊരു ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മളവിടെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 25 kV സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. അതിന് സെക്കൻഡറി സൈഡിൽ എന്തുണ്ട് നമ്മളതിന് ടാപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെക്ഷൻ കാണാം. പിന്നെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് സെക്കൻഡറി ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സെക്കൻഡറിയിൽ നമ്മൾ എന്തുണ്ട് ടാപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തുണ്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് അൺകൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തുണ്ട് ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻഡക്റ്റൻസ് ഉള്ളൊരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തുണ്ട് മോട്ടർ സീരീസ് പാരലൽ കണക്ഷനിൽ കണക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ എന്തുണ്ട് 25 kV 50 Hz എ സി ട്രാക്ഷൻ യൂസിങ് ട്രാൻസ്ഫോമർ വിത്ത് ടാപ്പ് ചേഞ്ചറിൻ്റെ ഫിഗറാണ് കാണിച്ചത്. അതിൽ യൂസ് ചെയ്യുന്ന കമ്പൗണ്ട്സും പറഞ്ഞു ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും റിഡ്യൂസ് ദ വോൾട്ടേജ് റൗണ്ടാണ് 25 kV ടു സ്യൂട്ടബിൾ വാല്യൂയിലേക്ക് നമുക്ക് ആവശ്യമായ സൂട്ടബിൾ വാല്യൂയിലേക്ക് എന്ത് ചെയ്യും നമ്മൾ 25 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് ആവശ്യമായ സൂട്ടബിൾ വാല്യൂയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും ആ 25 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് തരും. പിന്നെ നമ്മൾ സെക്കൻഡറിയിൽ എന്താണ് വൈൻഡിങ് ഈസ് പ്രൊവൈഡ് വിത്ത് എന്താണ് ടാപ്പിങ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്കൻഡറി വൈൻഡിങ്ങിൽ ടാപ്പിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടാപ്പിങ്സ് ഏതാണ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ് യൂസ് ചെയ്യുന്നത്. എന്തിന് ടു വാരി ദ ടാപ്സ് ഓൺ ട്രാൻസ്ഫോമറിലെ ടാപ്സ് വേരി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് വിത്തൗട്ട് വോൾട്ടേജ് എന്താണ് വിത്തൗട്ട് വോൾട്ടേജ് സർജസ് ആണ്. വോൾട്ടേജ് സർജ് ആണ് എന്താണ് നമുക്കറിയാം അതായത് സഡൻ റൈസ് ഇൻ എക്സസീവ് വോൾട്ടേജ്, അതായത് സഡൻ ആയിട്ടുള്ള വോൾട്ടേജ് എക്സസീവ് റൈസിന് നമ്മൾ എന്താ പറയുന്നത് വോൾട്ടേജ് സർജ് എന്ന് പറയുന്നത്. അത് കാരണം എന്താകും വെച്ച് ഡാമേജ് ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ. അതായത് പെട്ടെന്നുള്ള സർജ് വോൾട്ടേജ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പെട്ടെന്ന് സർജ് വോൾട്ടേജ് എന്തായാലും എന്ത് ചെയ്യും നമ്മളെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേര് എന്ത് വോൾട്ടേജ് സർജ്. അത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് സഡൻ റൈസ് ഇൻ എക്സസീവ് വോൾട്ടേജ് ആണ്. അത് കാരണം എന്താ പറയുക നമ്മൾ ഡാമേജ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടു വാരി ദ ടാപ്സ് ഓൺ ട്രാൻസ്ഫോമറിലെ ടാപ്പ് വേരി ചെയ്യാൻ വേണ്ടി ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് എന്താണ് വോൾട്ടേജ് സർജസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ്. ഈ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ എന്താണ് ട്രാൻസ്ഫോമർ വിച്ച് ഈസ് നോട്ട്
ഡിസ്കണക്ട് ഫ്രം ദ മെയിൻ സപ്ലൈ. ട്രാൻസ്ഫോമർ മെയിൻ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ടാപ്പ് ചേഞ്ചിങ് നടത്തുന്നത്. അതായത് ട്രാൻസ്ഫോമർ വിച്ച് ഈസ് നോട്ട് ഡിസ്കണക്ട് ഫ്രം ദ മെയിൻ സപ്ലൈ വെൻ ദ ടാപ്പ് സെറ്റിംഗ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. അങ്ങനത്തെ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓൺലോഡ് ടാപ്പ് ചേഞ്ച് എന്ന് പറയുക. അതായത് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യില്ല, ടാപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യില്ല. സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ട് സപ്ലൈയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്ന് ഓൺലോഡ് ടാപ്പ് ചേഞ്ചർ പറയുന്നത്. ആ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ മുന്നേ ഫിഗറിൽ പറഞ്ഞു നമ്മളവിടെ ബ്രിഡ്ജ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡയോഡ് റെക്ടിഫയർ ബ്രിഡ്ജ് കൺവേർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബ്രിഡ്ജ് കൺവേർട്ടറിൽ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഡയോഡാണ് അൺകൺട്രോൾഡ് ആണ്. അപ്പോൾ അവിടെ എന്ത് നമ്മൾ എ സിനെ എന്താക്കാണ്, ഡി സി ആയിട്ട് ഇതാക്കാൻ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് എ സി എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ 25 kV വോൾട്ടിലെ എ സി എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വോൾട്ടേജ് എന്ത് ചെയ്യും, നേരെ നമുക്ക് ബ്രിഡ്ജ് കൺവേർട്ടറിൽ തരും. ബ്രിഡ്ജ് കൺവേർട്ടർ എന്ത് ചെയ്യും, ആ എ സിനെ അത് ഡി സി ആക്കി മാറ്റും. ആ ഡി സി എന്ത് ചെയ്യും, നേരെ നമ്മൾ ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ സ്മൂത്തിങ് റിയാക്ടർ ആയിട്ട് നമ്മൾ LD ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡക്ടറാണ്. അതെന്ത് ചെയ്യും, നമ്മളെ കൺവേർട്ട് ചെയ്ത് കിട്ടിയ ഡി സി എന്ത് ചെയ്യും, ഇൻവെർട്ടർ അതായത് ഫിൽറ്റർ വഴി അത് നേരെ നമ്മളെ ഡി സി മോട്ടറിലേക്ക് ഫെഡ് ചെയ്യും. ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളാണ് റിപ്പിൾ ഫാക്ടർ അതുപോലെ ഹാർമോണിക്സും അൺവാണ്ടഡ് ആയിട്ടുള്ള എ സി കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ, നേരെ എന്ത് ചെയ്യും, നമ്മളെ DC സീരീസ് ട്രാക്ഷൻ മോട്ടറിലേക്ക് ഫെഡ് ചെയ്യും. അതെന്ത് ചെയ്യും വെച്ചാൽ കണക്റ്റഡ് സീരീസ് പാരലൽ കോമ്പിനേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, DC സീരീസ് മോട്ടർ കണക്ട് ചെയ്തപ്പോൾ ഒന്നുമില്ല. ഫസ്റ്റ് എപ്പോഴും നമ്മൾ 25 വോൾട്ട് സപ്ലൈ കൊടുക്കും ട്രാൻസ്ഫോമറിൽ. അത് നമ്മൾ എന്ത് 25 നമുക്ക് ആവശ്യമായതിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓൺലോഡ് ടാപ്പ് ചേഞ്ചർ ഉണ്ടാവും. അത് ടാപ്പ് നമുക്ക് ആവശ്യം എന്താ കിട്ടും. നേരെ എന്ത് ചെയ്യും, നമ്മൾ AC ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് കൊടുക്കും. അത് AC നേരെ DC ആയി കൺവേർട്ട് ചെയ്യും. ആ DC നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇൻഡക്ടർ അല്ലെങ്കിൽ ഫിൽറ്റർ വഴി നേരെ എന്ത് ചെയ്യും, നമ്മളെ DC സീരീസ് മോഡലിലെ ഫെഡ് ചെയ്യും. അത് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന ഹാർമോണിക്സ് അല്ലെങ്കിൽ റിപ്പിൾ കണ്ടൻറ്റും അതിൽ AC കണ്ടൻറ്റും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്യൂർ DC ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അത് നേരം എന്ത് ചെയ്യും, നമ്മൾ DC മോട്ടറിലേക്ക് ഫെഡ് ചെയ്യും. ഇവിടെ DC മോട്ടർ നയിക്കാൻ എന്ത് ചെയ്യും, സീരീസ് പാരലൽ കണക്ഷനിലെ കോമ്പിനേഷനിലേക്ക് എന്താവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ കാണിച്ച നമ്മളെ ലോക്കോമോട്ടീവിൻ്റെ കണക്ഷൻ എന്തായിരിക്കും, ഈ ലോക്കോമോട്ടീവ് വിത്ത് എന്താണ് 4 മോട്ടർ 4 മോട്ടറിലെ കണക്ഷനാണ് ഇവിടെ കാണിച്ചത്. എന്താണെന്ന് വെച്ച് സീരീസ് പാരലൽ കോമ്പിനേഷൻ നമ്മൾ ഫിഗറിൽ കാണിച്ചത്. അതായത് മോട്ടർ ഇറങ്ങിക്കുകയാണെങ്കിൽ സീരീസ് 4 മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് 4 എന്തായിരിക്കും സീരീസ് പാരലായിട്ട് കണക്ട് ചെയ്ത കോമ്പിനേഷനാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് DC കൺവേർഷനിൽ അല്ലെ കൺവെൻഷണൽ DC ട്രാക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എന്തുണ്ട്, ദ ടെൻഡൻസി ഓഫ് എന്താണ്, വീൽ സ്ലിപ്പ് വിൽ ബി ലോവസ്റ്റ് എപ്പോഴായിരിക്കും വെൻ മോട്ടർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. നമ്മൾ മോട്ടറൊക്കെ പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യും ഇവിടെ വീല് സ്ലിപ്പ് ആവുന്ന ടെൻഡൻസി എന്തായിരിക്കും, ഇവിടെ കുറവായിരിക്കും, ലോവസ്റ്റ് ആയിരിക്കും. അത് എങ്ങനെയാണ്, മോട്ടർ പാരലൽ കണക്ഷനിൽ കണക്ട് ചെയ്താൽ എന്തായിരിക്കും, വീല് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷേ അതെന്താവും, അവിടെയുള്ള ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കറണ്ട് റേറ്റിംഗ് എന്തായിരിക്കും, വിൽ ബി ദ ഹയസ്റ്റ് ആയിരിക്കും. ആ ടൈമിൽ എന്തായിരിക്കും, നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീല് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും, കുറയും, ലോവർ ആവും. അപ്പോൾ അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, എന്താ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, സെക്കൻഡറി കറണ്ട് റേറ്റിംഗ് വിൽ ബി ദ ഹയസ്റ്റ്. അങ്ങനെ എന്ത് ചെയ്യും, പാരലായി കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുള്ള കറണ്ട് റേറ്റിംഗ് എന്താകും, ഹയസ്റ്റ് ആവാനുള്ളൊരു കാരണം കൂടി, ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഓൾസോ ട്രാൻസ്ഫോമർ കറണ്ട് റേറ്റിംഗ് വിൽ ബി ലോവസ്റ്റ്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ കറണ്ട് റേറ്റിംഗ് ലോവസ്റ്റ് ആവും. ഇപ്പോൾ നമ്മളെ മോട്ടറൊക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ കറണ്ട് റേറ്റിംഗ് ഒക്കെ കുറയും ചെയ്യും, മോട്ടർ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ചെയ്യും. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ ടൈമിൽ നമ്മളെ വീല് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, മോട്ടറിൻ്റെ കൂടുതലായിരിക്കും. അല്ല നമ്മളെ ട്രെയിൻ ലോക്കോമോട്ടീവിൻ്റെ വീല് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, ആ ടൈമിൽ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മൾ സീരീസ് പാരലൽ കണക്ഷൻ എന്തിനാണ് കൊടുക്കുന്നത്, എങ്ങനെ, അതായത് സീരീസ് പാരലൽ കണക്ഷൻ എന്തിനാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ 4 മോട്ടറും പാരലായി കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നമ്മളെ ലോക്കോമോട്ടീവിൻ്റെ വീല് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. പക്ഷേ ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, പാരലൽ കണക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിയിലെ കറണ്ട് റേറ്റിംഗ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതേപോലെ നമ്മളിനി 4 മോട്ടറും പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ വീൽ സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. നേരത്തെ പാരലൽ ആകുമ്പോൾ വീല് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. സീരീസ് ആകുമ്പോൾ എന്ത് ചെയ്യും, സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ആ ടൈം എന്ത് ചെയ്യും, സീരീസ് കണക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുള്ള കറണ്ട് റേറ്റിംഗ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും ഇതിൽ സീരീസിൽ. പക്ഷേ പാരലൽ എന്തായിരിക്കും, അത് വളരെ ഹൈയസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസും പാരലൽ കണക്ഷനും നമ്മൾ DC മോട്ടറിൻ്റെ
ലോക്കോമോട്ടീവിൻ്റെ DC മോട്ടർ എന്ത് ചെയ്യുന്നത് പാരലൽ സീരീസ് കോമ്പിനേഷനായിട്ട് കണക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്മൂത്തനിങ് റിയാക്ടർ LD എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്തുണ്ട് ഡിവൈഡ് ഇൻറ്റു 4 സെക്ഷൻ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും തേക്കും സീരീസ് വിത്ത് നമ്മളെ ട്രാക്ഷൻ്റെ മോട്ടറിലായിട്ട് എന്തെങ്കിലും സീരീസ് ആയിരിക്കും. സോ ഇറ്റ് പ്രൊട്ടക്ട് മോട്ടർ ഡ്യൂറിങ് ഇനി ഫാൾട്ട് കണ്ടീഷൻ, ഇനി മോട്ടറിൻ്റെ എന്തെങ്കിലും ഫാൾട്ട് കണ്ടീഷൻ എന്തെങ്കിലും അതതിനെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് നമ്മൾ സ്മൂത്ത് റിയാക്ടർ ആയിട്ടൊരു ഫിൽറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. LD എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ അല്ലെങ്കിൽ സ്മൂത്ത് റിയാക്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 4 സെക്ഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും തേക്കും സീരീസ് വിത്ത് ഈച്ച് ട്രാക്ഷൻ മോട്ടർ, നമ്മളെ മോട്ടറിൻ്റെ എന്തെങ്കിലും സീരീസ് ആയിരിക്കും 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ തേക്കും നമ്മളെ സീരീസ് വിത്ത് എന്തെങ്കിലും ട്രാക്ഷൻ്റെ മോട്ടറായിട്ട് സീരീസ് ആയിരിക്കും, ട്രാക്ഷൻ്റെ 4 മോട്ടറായിട്ട് സീരീസ് ആയിരിക്കും. സോ ഇറ്റ് പ്രൊട്ടക്ട് മോട്ടർ എന്താണ് ഡ്യൂറിങ് എനി ഫാൾട്ട്, ഏതെങ്കിലും ഫാൾട്ട് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമ്മളത് മോട്ടറിന് എന്ത് ചെയ്യും അത് പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞത് നമ്മൾ ഇൻഡക്ടർ അല്ലെങ്കിൽ സ്മൂത്തിങ് റെസിസ്റ്റൻസ് എന്താണ് 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഫാൾട്ട് ചെയ്യുന്ന ടൈമിൽ അത് ഹൈ ഇൻഡക്റ്റൻസ് ആയിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യും മോട്ടറിൻ്റെ ഫാൾട്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യും. പിന്നെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഫോർ സ്റ്റാർട്ടിങ് അതേപോലെ ആൻഡ് സ്പീഡ് ആൻഡ് ടോർക്ക് കൺട്രോൾ അപ് ടു എന്താണ് ബേസ് സ്പീഡ്, അത് സ്റ്റാർട്ടിങ്ങിലും സ്പീഡും ടോർക്ക് കൺട്രോൾ അപ് ടു എന്താണ് ബേസ് സ്പീഡ് എന്താണ് മോട്ടർ ടെർമിനൽ വോൾട്ടേജ് ഈസ് വാരിഡ് ബൈ എന്താണ് ടാപ്പ് ചേഞ്ച് ഓൺ ദ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പുള്ള ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് അതേപോലെ സ്പീഡ് ടോർക്കൊക്കെ ഉള്ള ബേസ് സ്പീഡ് വരെയൊക്കെ എന്താ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഫോർ സ്റ്റാർട്ടിങ് ആൻഡ് സ്പീഡ് ആൻഡ് ടോർക്ക് അപ് ടു ബേസ് സ്പീഡ് എല്ലാം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ മോട്ടറിൻ്റെ ടെർമിനൽ വോൾട്ടേജുള്ള ഈസ് വാരിഡ് ബൈ എന്താണ് നമ്മളെ ടാപ്പ് ചേഞ്ചിങ് വെച്ചിട്ടാണ് ഇതൊക്കെ വേരി ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പീഡ് കൺട്രോൾ അബോവ് ബേസ് സ്പീഡ് നമ്മൾ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ ബൈ കണക്റ്റിംഗ് എന്താണ് ഒരു ഡൈവേർട്ടർ റെസിസ്റ്റൻസ് എന്താണ് പാരലലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ഫീൽഡ് ഓഫ് മോട്ടറിന് പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. മോട്ടറിൻ്റെ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഡൈവേർട്ടർ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഏത് ടൈമിൽ സ്പീഡ് കൺട്രോൾ അബോവ് ദ ബേസ് സ്പീഡ്, അതായത് സ്പീഡ് കൺട്രോൾ എബോവ് ദ ബേസ് സ്പീഡ് ഒബ്റ്റെയിൻ ചെയ്യണം. ബേസ് സ്പീഡിനെക്കാളും മുകളിൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണേ ബൈ കണക്റ്റിംഗ് എ ഡൈവേർട്ടർ റെസിസ്റ്റർ എന്താണ് പാരലൽ വിത്ത് ഫീൽഡ് ഓഫ് ഈച്ച് ഓരോ മോട്ടറിൻ്റെ ഫീൽഡിന് പാരലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഡൈവേർട്ടർ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പീഡ് കൺട്രോൾ അബോവ് ബേസ് സ്പീഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെയാണ് ബ്രേക്കിംഗ് കാരണം എന്താണ് ഈസ് പ്രൊവൈഡ് ബൈ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബ്രേക്കിംഗ് ഈസ് പ്രൊവൈഡ് ബൈ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണെന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് എന്താണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രേക്കിംഗ് കാണിക്കുകയാണ് മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ്. അതേപോലെ നമ്മൾ എന്താണ് ഡൈനാമിക് ബ്രേക്കിംഗ് ഓൾസോ ബീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡൈനാമിക് ബ്രേക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ദിസ് മോട്ടർ എന്താണ് നമ്മൾ ഹാവ് ബീൻ കണക്റ്റഡ് ആസ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. ഫോർ ദിസ് മോട്ടർ ഹാവ് ബീൻ കണക്റ്റഡ് എന്താ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. ഫീൽഡ് ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് എന്താണ് കണക്റ്റഡ് അക്രോസ് ആർമേച്ചർ ഓഫ് ഹീറ്റ് മോട്ടർ. അതായത് ഫീൽഡ് ബ്രേക്കിംഗ് റെസിസ്റ്റർ എന്താ ചെയ്യും നമ്മൾ കണക്റ്റഡ് അക്രോസ് ആർമേച്ചർ ഓഫ് ഹീറ്റ് മോട്ടർ, എല്ലാ മോട്ടറിൻ്റെ ആർമേച്ചറിന് അക്രോസ് നമ്മൾ ഫിക്സഡ് ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ദ ഫീൽഡ് ഓഫ് ദ മോട്ടർ ആർ കണക്റ്റഡ് സീരീസ് അക്രോസ് ഓക്സിലറി DC ജനറേറ്റർ ആണ്. അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫിക്സഡ് ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടാകും കണക്ടർ അക്രോസ് എന്താണ് ആർമേച്ചറിൻ്റെ എല്ലാ മോട്ടറിൻ്റെ ആർമേച്ചറിൻ്റെ അക്രോസ് നമ്മൾ ഫിക്സഡ് ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ദ ഫീൽഡ് ഓഫ് ഓൾ എല്ലാ മോട്ടറിൻ്റെ ഫീൽഡ് കണക്ട് ചെയ്യുന്നത് സീരീസ് അക്രോസ് ഓക്സിലറി DC എല്ലാം നമ്മളെ അതായത് ദ ഫീൽഡ് ഓഫ് ഓൾ മോട്ടർ എല്ലാ മോട്ടറിനും എന്ത് ചെയ്യും ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എന്താണ് ഒരു ഓക്സിലറി DC ജനറേറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മളെ എല്ലാ മോട്ടറിൻ്റെ ഫീൽഡും എന്ത് ചെയ്യും സീരീസ് ആയിട്ടൊരു ഓക്സിലറി DC ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അതിന് നമ്മൾ എന്ത് ചെയ്യും ഒരു ഓക്സിലറി ഇൻഡക്ഷൻ മോട്ടർ വെച്ചിട്ടായി DC മോട്ടർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അതായത് നമ്മളെ എല്ലാ മോട്ടറിൻ്റെ ആർമേച്ചർ എന്ത് ചെയ്യുന്നുണ്ടോ ഫിക്സഡ് ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ നമ്മളെ എല്ലാ മോട്ടറിൻ്റെ സീരീസിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും എല്ലാ ഫീൽഡിനും സീരീസ് അക്രോസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും ഒരു ഓക്സിലറി DC ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ ഡ്രിവൻ ചെയ്യുന്ന റൊട്ടേറ്റ് വെച്ചാൽ നമ്മളൊരു ഓക്സിലറി ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സഹായത്തോടെയാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ കറണ്ട് ത്രൂ ദ മോട്ടർ ഫീൽഡ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഫീൽഡ് കറണ്ട് ഓഫ് ദ ഓക്സിലറി, അതായത് കറണ്ട് ത്രൂ ദ മോട്ടർ ഫീൽഡ് കൂടെയുള്ള കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ബൈ കൺട്രോളിങ് ദ ഫീൽഡ് കറണ്ട് ഓഫ് ദ ഓക്സിലറി DC ജനറേറ്റർ. അതായത് DC ജനറേറ്ററിൻ്റെ ഓക്സിലറി ആയിട്ട് കണക്ട് ചെയ്ത DC ജനറേറ്ററിൻ്റെ കറണ്ട് കൺട്രോൾ ചെയ്യാൻ ഫീൽഡിൽ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് പറ്റും നമ്മുടെ മോട്ടറിൻ്റെ ഫീൽഡിലെ കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യും ടാപ്പ് ചേഞ്ചർ മേ ബി ടു 20 to 40 വരെ എന്ത് ചെയ്യുന്നുണ്ടാവും ടാപ്പ് ചേഞ്ചിങ് ഉണ്ടാവും. അതായത് നമ്മൾ സെക്കൻഡറി ടാപ്പ് ചേഞ്ചിങ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ആണ് പറഞ്ഞു. ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് പറഞ്ഞാൽ 20 മുതൽ 40 ടാപ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും സെക്കൻഡറിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം വേരിങ് മാനുവലി നമുക്ക് എന്താണ് വെരി ഡിഫിക്കൽട്ടാണ്. എന്താ ഡ്രൈവർക്ക് 20 മുതൽ 40 വരെ എന്തെങ്കിലും വെരി ചെയ്യുന്ന ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഫോർ ടാപ്പ് ചേഞ്ചിങ് ഹാസ് ടു ബി ഓട്ടോമാറ്റിക്. അപ്പോൾ ടാപ്പ് ചേഞ്ചിങ് ഇവിടെ ചെയ്തത് ഓട്ടോമാറ്റിക് ആണ്, അതൊന്നുമില്ല
നമ്മളെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സെക്കൻഡറിയിൽ ടാപ്പിംഗ് ഓൺലോഡ് ടാപ്പിംഗ് ആണ് ചെയ്യുന്നത്. ടാപ്പിംഗ് പറഞ്ഞാൽ 20-40 വരെ ടാപ്സ് ഉണ്ടാവും. ആ ടാപ്പിംഗ് മാനുവലി ഡ്രൈവർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആക്കും. ടാപ്പ് കൺട്രോൾ ടു ബി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടാപ്പ് കൺട്രോൾ ടു ബി ഓട്ടോമാറ്റിക് ആണ്. അവിടെ നമ്മൾ കോൺടാക്ടേഴ്സ് ആൻഡ് സെർവോ ഡ്രൈവ്സ് ടു ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ കോൺടാക്ടർ അതേപോലെ സെർവോ ഡ്രൈവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കോൺടാക്ടർ ആൻഡ് സെർവോ ഡ്രൈവ്സ് ആർ ടു ബി റിയലൈസ് ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് ദ ടാപ്പ് ചേഞ്ച്. അപ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോൾ ടാപ്പ് ചേഞ്ചിങ്ങിൻ്റെ ഓട്ടോമാറ്റിക് കൺട്രോളിന് വേണ്ടി നമ്മൾ സെർവോ ഡ്രൈവ്സും അതേപോലെ കോൺടാക്ടറുമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നമ്മളെന്ത് കൺവെൻഷണൽ AC ഡ്രൈവിനെ പറ്റി പറയാനുള്ളത്. അതായത് 25 kV 50 ഹെർട്സിൻ്റെ ഓൺലോഡ് ടാപ്പ് ചേഞ്ചറിനെ പറ്റിയാണ് പറഞ്ഞത്. അതിലെന്തുണ്ട്, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അത് 25 kV എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായ വോൾട്ടേജിൽ എന്ത് ചെയ്യും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് തരും. അത് നമ്മൾ സെക്കൻഡറിയിൽ ടാപ്പിംഗ് ഉണ്ട്, ഓൺലോഡ് ടാപ്പിംഗ് ആണ്. അത് നേരെ എന്ത് ചെയ്യും, AC നേരെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അത് റെക്ടിഫയർ ഡയോഡ് ടൈപ്പാണ്. അതെന്ത് ചെയ്യും, അതിന് കൺവേർട്ട് ചെയ്ത് DC ആക്കി തരും. ആ DC നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്റർ വഴി നേരെ നമ്മളെ സീരീസ് പെയറിൽ കണക്ട് ചെയ്ത DC മോട്ടറിലേക്ക് ഫെഡ് ചെയ്യും. അതിൻ്റെ ഫിൽറ്ററായി യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളവിടെ റിപ്പിൾസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ആ ഫിൽറ്റർ നേരെ ഔട്ട്പുട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും, DC നമ്മളെ മോട്ടറിലേക്ക് ഫെഡ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 25 kV 50 ഹെർട്സിൻ്റെ ഓൺലോഡ് ട്രാൻസ്മിഷൻ്റെ വർക്കിംഗ് അറിയുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ത്, ഓവർ DC ഡ്രൈവ് യൂസിങ് റെസിസ്റ്റൻസ് കൺട്രോൾ. നമ്മൾ മുന്നേ നോക്കിയ DC ഡ്രൈവ് എന്താണ്, റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഇതിൻ്റെ നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ എന്താണ്, DC ഡ്രൈവ്സിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ DC ട്രാക്ഷൻ ഡ്രൈവിൻ്റെ നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ നോക്കാം. പറയുന്നത് എന്താണ്, ഹൈ എഫിഷ്യൻസിയാണ്. അടുത്ത സ്റ്റാർട്ടിങ് സ്പീഡ് കൺട്രോൾ ഡൺ ബൈ എന്താണ്, വേരിങ് ആർമേച്ചർ വോൾട്ടേജ് ഇൻസ്റ്റെഡ് ഓഫ് ആർമേച്ചർ റെസിസ്റ്റൻസ്. അതായത് ഹൈ എഫിഷ്യൻസിയാണ്, ഇതിനൊരു ഹൈ എഫിഷ്യൻസ് ആണ്. നല്ലൊരു ഈ ഒരു നമ്മളെ AC കൺവെൻഷണൽ AC ഡ്രൈവ് എന്താണ്, അത്യാവശ്യം നല്ലൊരു ഹൈ എഫിഷ്യൻസിയാണ്. കാരണം എന്താണ്, സ്റ്റാർട്ടിങ് സ്പീഡ് ടോർക്ക് കൺട്രോളൊക്കെ ഡൺ ബൈ എന്താണ്, വേരിങ് ആർമേച്ചർ വോൾട്ടേജ്. അതായത് ആർമേച്ചറിലെ വോൾട്ടേജ് വേരി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള സ്പീഡ് ടോർക്ക് കണക്ക് കൺട്രോൾ ചെയ്യുന്നത് ആർമേച്ചർ വോൾട്ടേജ് വേരി ചെയ്തിട്ടാണ്. ഇൻസ്റ്റെഡ് ഓഫ് ആർമേച്ചർ റെസിസ്റ്റൻസ് വേരി ചെയ്യാതെ ആർമേച്ചറിലെ വോൾട്ടേജ് വേരി ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ സ്റ്റാർട്ടിങ് സ്പീഡ് ടോർക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല ഹയർ എഫിഷ്യൻസിയാണ്. പിന്നെ എന്താ വെക്ടർ, അതേപോലെ നമ്മളിവിടെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, മോട്ടർ സ്പീഡ് ടോർക്ക് ക്യാരക്ടറൈസ് ലെസ് ഡ്രോപ്പിംഗ് കമ്പയർഡ് ടു എന്താണ് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ. നമ്മളിവിടെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ട്, നമ്മളെ മോട്ടറിൻ്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടേഴ്സ് എന്താ, ലെസ് ഡ്രോപ്പിംഗ് ആണ്. സ്പീഡ് ടോർക്കിൻ്റെ ക്യാരക്ടറിൽ വലിയൊരു ലെസ് ഡ്രോപ്പിംഗ് എന്താണ്, വളരെ കുറവാണ് കമ്പയർഡ് ടു എന്താണ് നമ്മളെ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ്. പിന്നെ എന്താണ്, ഇൻ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ് one is forced to low voltage due to limited space available between train and tunnel. So no such restriction is applicable to our ground traction. ഇപ്പം നമ്മൾ നോക്കിയ അഡ്വാൻറ്റേജ് പോലത്തെ കുറച്ച് എന്തുണ്ടെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് 25 kV AC ട്രാക്ഷൻ യൂസിങ് ട്രാൻസ്ഫോമർ വിത്ത് ടാപ്പ് ചേഞ്ചർ ആസ് ഫോളോയിങ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ മെത്തേഡിന്. അതെന്തൊക്കെ നോക്കാം. എന്താണ്, ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് മൂവിങ് കോൺടാക്ട്സ് ആൻഡ് പാർട്സ് ടാപ്പ് ചേഞ്ച് റിക്വയർ ഫ്രീക്വൻ്റ്ലി മെയിൻ്റെനൻസും അതേപോലെ ഫ്രീക്വൻറ്റ് ഫെയിലിയർ ഫയർ ഹസാർഡ്സ് ഒക്കെ ഉള്ള ചേഞ്ചാണ്. അതായത് ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് കുറേ മൂവിങ് പാർട്സും കോൺടാക്ട്സും അതേപോലെ പാർട്സും ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ടാപ്പ് ചേഞ്ച് റിക്വയർ എന്താണ്, ഫ്രീക്വൻറ്റ് മെയിൻ്റെനൻസ് വേണം. അത് അത്യാവശ്യം മൂവിങ്ങും കോൺടാക്ട്സും ഒക്കെ പാർട്സും ഒക്കെ ഉള്ളത് നമ്മൾ ടാപ്പ് ചേഞ്ചർ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ എന്താ, ഫ്രീക്വൻറ്റ് ഫെയിലിയേഴ്സും ഫയർ ഹസാർഡ്സും ഉണ്ടാവാനുള്ള അതേപോലെ ഫയർ കൊണ്ടുള്ള ഹസാർഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എന്താണ്, ആസ് ദ മോട്ടർ വോൾട്ടേജ് ഈസ് കൺട്രോളിങ് സ്റ്റെപ്പ് സോ പുവർ ആൻഡ് മാക്സിമം ആക്സിലേഷൻ ടോർക്ക് ഈസ് ലോവർ. അതായത് നമ്മുടെ മോട്ടോർ വോൾട്ടേജ് മോട്ടറിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺട്രോളിങ് സ്റ്റെപ്പാണ്. അതിലെ മാക്സിമം ആക്സിലേഷൻ ടോർക്ക് ഈസ് ലോവർ. ഇവിടെ മാക്സിമം ആക്സിലേഷൻ ടോർക്ക് എന്താണ്, കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ പറയുന്നത് എന്താണ്, ഒന്ന് കുറേ പാർട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ആവശ്യമുണ്ട്. മൂവിങ് പാർട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മെയിൻ്റെനൻസ് ആവശ്യമുണ്ട്. എന്ത്, ടാപ്പ് ചേഞ്ചറിൽ മെയിൻ്റെനൻസ് ആവശ്യമുണ്ട്. അതേപോലെ എന്തുണ്ട്, ഇവിടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫെയിലിയേഴ്സും ഉണ്ട്. അതേപോലെ ഫയർ ഹസാർഡ്സ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ എന്താണ്, മോട്ടോർ വോൾട്ടേജ് കൺട്രോളിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ട്, നമുക്കിവിടെ പ്യുവർ അതേപോലെ മാക്സിമം ആക്സിലേഷൻ ടോർക്ക് ലോവർ ആയിരിക്കും. ഇവിടെ നമ്മൾ മാക്സിമം ആക്സിലേഷൻ ടോർക്ക് എന്തായിരിക്കും വളരെ കുറവായി, കാരണം നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് എന്ത് നമ്മൾ 25 kV AC ട്രാക്ഷൻ ഓൺലോഡ് ടാപ്പ് ചേഞ്ചർ വെച്ചുള്ള ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്.